ഹലോ ഫ്രണ്ട്സ്, പ്രഭാസിനെ നായകനാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്തൊരുക്കിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു കൽക്കി. സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ VFXും CG വർക്കുമൊക്കെ ചെയ്ത സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഇനി ധൈര്യമായി കൽക്കി എന്ന് പറയാം. വേൾഡ് ബിൽഡിംഗൊക്കെ കിടുവായി തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ മറ്റൊരു പുതിയ വേൾഡിലേക്ക് ആദ്യം മുതൽ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. നാഗശ്വിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടതും. മഹാഭാരത കഥയെ ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തി ഇതിൽ സയൻസ് ഫിക്ഷനൊക്കെ കൂടി ചേർത്ത് ഗംഭീരമായി തന്നെയാണ് സ്ക്രീനിൽ എത്തിച്ചിട്ടുള്ളത്. 600 കോടി 700 കോടി എന്നൊക്കെ വെറുതെ പേപ്പറിൽ എഴുതി വെച്ചാൽ പോലെ അത് സിനിമയിൽ കാണണമെന്ന് നമ്മൾ പല സിനിമകളും കണ്ടു കഴിഞ്ഞിട്ട് പറയാറുണ്ട്. ബട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും പറയാൻ തോന്നില്ല. അത്രയ്ക്കും കാശിറക്കിയതിനുള്ള സംഭവം സിനിമയിൽ കാണാനുണ്ട്. ആക്ഷൻ കൊറിയോഗ്രഫിയും കിടിലനായിരുന്നു. അതുപോലെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദിശ പട്നി, ദീപിക പദുക്കോൺ, ശോഭന, അന്നാബൻ, വിജയ് ദേവർകൊണ്ട, ദുൽഖർ അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ എത്തുന്നുണ്ട്. ഇതൊരു കംപ്ലീറ്റ് പ്രഭാസ് സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പലയിടത്തും അമിതാഭ് ബച്ചൻ്റെ സ്കോറിംഗ് ആണ് കാണാൻ സാധിക്കുക. എന്നാൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പ്രഭാസിന് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു തീ അത് കൊണ്ടുവെക്കുന്നുമുണ്ട്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സുമാണ് ഗംഭീരമായി അനുഭവപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പലയിടങ്ങളിലും ലാഗ് ഫീൽ ചെയ്തു. ചിലപ്പോൾ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആകാം. എങ്കിലും മഹാഭാരത കഥയൊക്കെ വ്യക്തമായി ഓർമ്മയില്ലാത്തവർക്ക് നല്ല ഡൗട്ട് അടിക്കാനും ചാൻസ് ഉണ്ട്. എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് സിനിമ കാണുന്നതിന് മുമ്പ് മഹാഭാരതവും കുരുക്ഷേത്ര യുദ്ധവും ഒക്കെ ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി സിനിമ ആസ്വദിക്കാൻ പറ്റും. നെഗറ്റീവ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ഇമോഷണലി നമുക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അതുപോലെ ചെറിയ ലാഗും കുറച്ച് ചിരിവരാത്ത ഫണ്ണും മാറ്റി നിർത്തിയാൽ ഓവറോൾ ടെക്നിക്കലി വെൽമേഡായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് കൽക്കി എനിക്ക് അനുഭവപ്പെട്ടത്. കൊടുത്ത പൈസയ്ക്ക് കാണാനുള്ള മുതലുണ്ട്. മഹാഭാരതം സിനിമയാകാൻ നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. കൽക്കിയിലൂടെ മഹാഭാരതത്തിലെ കുറച്ച് സീൻ കണ്ടപ്പോൾ തന്നെ വേറെ ലെവൽ ഫീൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നാഗശ്വിന് അതൊക്കെ ഈസി ആയിട്ട് പറ്റുമെന്ന് നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത് മഹാഭാരതവും കുരുക്ഷേത്ര യുദ്ധവും ഒക്കെ ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് പോയാൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരു വർത്ത് വാച്ച് അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും സമ്മാനിക്കാൻ പോകുന്നത്. തിയേറ്ററിൽ ഒരു വർത്ത് വാച്ച് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കൽക്കി. പ്രഭാസിൻ്റെ മാസ് പടം പ്രതീക്ഷിച്ച് ആരും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കരുത്. ജേണർ മനസ്സിലാക്കി പോവുക. ചിത്രം തീർച്ചയായും നിങ്ങളെ മറ്റൊരു വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇനി നമുക്ക് ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് വരാം. 600 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രം ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് 2 കോടി 85 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 11 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 5 കോടി 90 ലക്ഷവും തെലുങ്കിൽ നിന്ന് 66 കോടിയും നോർത്തിൽ നിന്ന് 28 കോടി 25 ലക്ഷവും ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ കൽക്കി ആദ്യ ദിവസം 114 കോടിയും വിദേശത്ത് നിന്ന് 61 കോടിയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ 175 കോടി രൂപയാണ്. ഒഫീഷ്യൽ പ്രോമോ ഫിഗറായി 191 കോടി 50 ലക്ഷം രൂപ ടീം തന്നെ പോസ്റ്ററായി പുറത്തുവിട്ടിട്ടുണ്ട്. എങ്കിലും ട്രാക്കർമാർ പറഞ്ഞ കളക്ഷൻ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ഡേ കളക്ഷൻ പറഞ്ഞത്. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.